ആളുകളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അറിയേണ്ട സത്യങ്ങൾ. ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കും നമുക്ക്. പക്ഷെ എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ. എല്ലാവരെയും ഒരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഓരോ ഉദ്ദേശങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഫസ്റ്റ് സത്യം ഞാൻ പറയാൻ പോവാ. ആദ്യത്തെ സത്യം. ഒരാളുടെ വാക്കിനായിട്ട് കൂടുതലും വിശ്വസിക്കേണ്ടത് ആൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ അവരാരാണെന്ന് തെളിയിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് സംസാരിക്കാൻ കഴിവുള്ളവൻ ഒരിക്കലും തോൽക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ നല്ലവനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം നല്ല ഇതിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവാം. നമ്മളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ആദ്യത്തത്. ഓക്കെ. രണ്ടാമത്തെ സത്യം എന്ന് പറഞ്ഞാല് കുറച്ച് സമയമെങ്കിലും എടുക്കാതെ ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. അതായത് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടാവുന്ന കാര്യമല്ല. അത് ആദ്യം തിരിച്ചറിയുക. അത് അനുഭവങ്ങളിലൂടെ വരുന്ന കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ആദ്യമേ പരിചയപ്പെട്ടു. എൻ്റെ കോളേജിലുള്ള വ്യക്തിയാണ്. എൻ്റെ കൂടെ ബെഞ്ചിലിരിക്കുന്നവനാണ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഞാനാണ് അതിരെ കാണുന്നത്. പക്ഷെ അടുത്ത ദിവസം മുതൽ എൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് ഞാനാണ് കണക്കാക്കുകയും എൻ്റെ രഹസ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് പാട്ടാക്കില്ല. അല്ലെങ്കിൽ അവൻ പുറത്ത് പറയില്ല. എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അറിയില്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് ഒരു ടൈം പീരീഡിൽ നമ്മൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം ഒരാളെ വിശ്വസിക്കുക. അതായത് ആളെ എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിയതിന് ശേഷം മാത്രം. ആളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. അല്ലെങ്കിൽ ആളുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാം. ആളെ എങ്ങനെയുണ്ടെന്ന്. ശേഷം മാത്രം ഒരാൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളെയും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല. സമയം എടുത്തുകൊണ്ട് മാത്രം വിശ്വസിക്കുക. മൂന്നാമത്തെ സത്യമാണ് എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. സ്വകാര്യ കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമായിട്ട് തന്നെ വെക്കുക. കാരണം ഒരിക്കൽ പുറത്തുപോയ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും എല്ലാം അറിയണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കൊളകാർക്കുന്നവരുണ്ട്. അതായത് നിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു. ആ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് ആയത് 2 ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ ആളോട് പറഞ്ഞ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോൾ ആൾ നല്ലവനാണെങ്കിൽ ഓക്കെ. അവൻ മോശപ്പെട്ടവനാണെന്ന് ഉള്ളതിന് നമുക്ക് കൃത്യമായിട്ട് പ്രൂഫ് ഇല്ലായിരിക്കാം. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അവൻ മോശപ്പെട്ടവൻ എല്ലാം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാനുള്ളതാണ്. കാരണം നമ്മളുടെ സീക്രട്ട് അറിഞ്ഞാൽ അത് ഉപകാരമുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ തകർച്ചയായിരിക്കുന്നവരുണ്ട്. അത് തിരിച്ചറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ള സത്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു 3 സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അത് എൻ്റെ ഒരു ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിക്കുന്നത് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ അടിച്ചു കൊണ്ടുപോയി അവൻ ഈസി ആയിട്ട് അവ സ്കോർ ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ ഒരുത്തരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വെച്ചിട്ട് അവൻ്റെ ഐഡിയ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ അവിടെ അവന് കിട്ടി, അവൻ വിജയിച്ചു. നിങ്ങൾ ലാസ്റ്റ് ഫെയിലാവും. നിരവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടാവുകയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റു അനുഭവങ്ങൾ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പതിയെ പതിയെ മണ്ണൊലിച്ച് പോകുന്നതായിട്ട് ഞാൻ കാണാൻ കഴിയും. അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. താങ്ക് യു.